ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്. നാടൻ സ്റ്റൈലിൽ മട്ടൺ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇത് നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ മട്ടണൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടുതലും നമ്മൾ കറി വെക്കാറാണ് പതിവ്. പക്ഷേ ഈ രീതിയിലൊന്ന് നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: മട്ടൺ 500 ഗ്രാം, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, സവാള 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, കുരുമുളക് പൊടി 3 ടീസ്പൂൺ, പച്ചമുളക് 1 എണ്ണം, വെള്ളം 1/2 കപ്പ്, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം മട്ടണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ ഒന്ന് മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാനിവിടെ 6 വിസിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. മട്ടൺ നന്നായിട്ട് വെന്ത് വരണം. വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് മാറ്റം വരും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ബ്രൗൺ നിറം ആയി വരണം. ഞാൻ മട്ടൺ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സവാളയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം 2 ടീസ്പൂൺ ചേർത്താൽ മതി. നേരത്തെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മട്ടൺ വേവിച്ചപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം മട്ടൺ ഇതിൽ ചേർത്തതിന് ശേഷം എരിവ് നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. ഇനി ഇതിലോട്ട് 1 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 മാത്രം ചേർത്തത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് വേവിച്ച മട്ടൺ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മട്ടൻ്റെ വെള്ളം ഇപ്പം ചേർക്കണ്ട. ഇത് 1 മിനിറ്റ് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ മട്ടൺ വേവിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എത്ര വെള്ളം ഉണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി എരിവ് നോക്കുക. എരിവ് എനിക്ക് കുറവായിട്ട് തോന്നുന്നു. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാലപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട്. തുറന്നു വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പം നമ്മളെ മട്ടൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി മട്ടൺ ഫ്രൈ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.